നേരം വെളുത്ത് വരണേ ഇല്ലെങ്കിൽ ഞാനിവിടെ മേക്കപ്പ് ഇട്ട് തുടങ്ങി. അപ്പം നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടാണ് ഒരാൾ തന്നെ ഒരുങ്ങി കിട്ടിയെന്ന്. ഇന്ന് ഈദ്, ചെറിയ പെരുന്നാൾ. അപ്പോൾ ചെറിയ പെരുന്നാളായിട്ട് നമ്മൾ നല്ല അടിപൊളി ബിരിയാണി കഴിക്കാൻ പോവാന്ന് പറഞ്ഞെങ്കിൽ ദൂരത്തോട്ടൊന്നല്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്തെന്ന് പറഞ്ഞെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്, ആയിഷാബി താത്തയുടെ വീട്. തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകാനാണോ ഇത്ര ഓവറാക്കി പോകണമെന്ന് ചോദിച്ചാൽ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ ഇച്ചിരിയൊക്കെ ഓവറാക്കാം. ഹായ്, ഇറ്റ്സ് മി ശ്രീ ആൻഡ് വെൽക്കം ടു മൈ കുട്ടി വ്ളോഗ്. പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ ബിരിയാണിയുടെ അടിപൊളി സ്വാദാണ്. പിന്നെ ദേ ഐഷാബി താത്തയും അവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഷെമി. ഞങ്ങൾ പണ്ടേ ഒരുമിച്ചാണ്. ദേ ഒരു ഗേറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയും. ഞാൻ ജനിച്ചത് എൻ്റെ വീട്ടിലാണെങ്കിലും മാക്സിമം ഫുഡിങ്ങൊക്കെ അപ്പുറത്തുനിന്നായിരുന്നു. ദേ കാണുന്ന സ്ഥലം മൊത്തമാണ് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഇവിടെ കളിക്കാത്ത കളികളില്ല, ഇവിടെ ചെയ്യാത്ത കാര്യങ്ങളില്ല. ഇപ്പോഴത്തെ പോലത്തെ ഡിജിറ്റൽ കിഡ്സ് ഒന്നും ആയിരുന്നില്ല, ഞങ്ങൾ പണ്ടത്തെ പറമ്പിലെ കിഡ്സ് ആയിരുന്നു. ദേ ആ കാണുന്നിടത്തായിരുന്നു പഴയ വീട്. അപ്പം നമ്മളങ്ങനെ ബിരിയാണി ചെമ്പിൻ്റെ അടുത്തെത്തി. വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അരിയിടാൻ. ചിക്കനൊക്കെ ഓൾറെഡി സെറ്റായിരുന്നു ഞാൻ അവിടെ പോയപ്പോഴത്തേനും. അപ്പോൾ ദേ അരിയൊക്കെ വെന്ത് വന്നു. ഇനി നമ്മൾ ചെറുതായിട്ട് ദമ്മിടാൻ പോകുന്നു. ഇന്നത്തെ കുക്ക് ആയിഷാബി താത്തയും ജെസ്സിലമ്മയും കൂടെ ആട്ടോ. അപ്പോൾ ഞാനത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട് ഇനി വീഡിയോ വൈറലായി ഇവരുടെ ബിരിയാണി എങ്ങാനും വൈറലാവുമെന്ന്. അപ്പോൾ വൈറലാക്കാൻ പറ്റുന്ന ബിരിയാണി തന്നെയാണ് കേട്ടോ. പാരഗണിലെയും അതേപോലെ തന്നെ റഹ്മത്തിലെ ബിരിയാണിയൊക്കെ മാറി നിൽക്കും ആയിഷാബി താത്തയുടെ ബിരിയാണീൻ്റെ മുന്നിൽ. ചുമ്മാ പറയുന്നതല്ല, ചിലപ്പോൾ കുറച്ച് നൊസ്റ്റാൾജിയും കൂടെ ചേർത്തതുകൊണ്ടായിരിക്കാം ഈ ബിരിയാണി കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ബിരിയാണിയുള്ളൂ. കാരണം ഒരു 30 വർഷത്തെ നൊസ്റ്റാൾജിയും കൂടെ ഇതിനകത്ത് ഇലക്കി വരച്ചിട്ടുണ്ടല്ലോ, മേ ബി അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ബിരിയാണിയൊക്കെ ലെയറായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പ്രോസസ്സായിട്ട് ദമ്മിടണം. എ ഫ്യൂ മൊമെൻറ്റ്സ് ലേറ്റർ നമ്മൾ വീണ്ടും ദമ്മ് പൊട്ടിക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിച്ചു. ബിരിയാണിയൊക്കെ റെഡി, മണി നല്ല മണം വരുന്നുണ്ട്, വയറിൽ നല്ല വിശപ്പുമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കി ആദ്യം എനിക്ക് തന്നെ കേട്ടോ തരുന്നത്. ഇവിടെ ബാക്കി റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ ബാക്കി ആരും. കാരണം ഇത് എൻ്റെ ബിരിയാണി സ്പെഷ്യലാണല്ലോ. അങ്ങനെ ദേ പായസം റെഡി, സാലഡ് റെഡി, ചമ്മന്തി റെഡി, പപ്പടം റെഡി, എല്ലാം റെഡി. ഇനി കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ബിരിയാണി സ്പെഷ്യൽ. അപ്പോൾ ബൈ കഴിക്കാൻ പോവാണ് ഗൈസ്. വേറെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ.